സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു നമ്മളെ മുഅ്മിനാക്കി പടച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പറ്റി വിശേഷിപ്പിക്കുന്നത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ വിവക്ഷ എന്താണ്? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് പടച്ചറപ്പ് മുഅ്മിനിന്റെ ഒന്നാമത്തെ വിശേഷണം പറയുകയാ, അല്ലദീനം ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പരിപൂർണമായ ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് പരിപൂർണമായ ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നമ്മുടെയും ഒക്കെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ഞാനടക്കം നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? നമ്മളെല്ലാവരും നമുക്ക് കിട്ടാനുള്ളതെല്ലാം ഓർമ്മ വരുന്ന ഒരു സ്ഥലമായിട്ട് നിസ്കാരം മാറി. നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം റെഡിയാക്കി വെക്കുന്ന ഒരു സ്ഥലമായിട്ട് നിസ്കാരം മാറി. നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഒരു സ്ഥലമായിട്ട് നിസ്കാരം മാറി. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മെ പറ്റിയല്ലേ പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നിസ്കരിക്കുന്നവർക്കും ഒരു നരകമുണ്ട്. എങ്ങനെ നിസ്കരിക്കുന്നവരാണെന്ന് അറിയുമോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ കൊണ്ട് നിസ്കരിക്കുന്നവരാണവർ. നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പലതും ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരാണവർ. നമ്മെ പറ്റിയല്ലേ പടച്ചറപ്പ് വൈലെന്ന നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞില്ലയോ, പള്ളികൾ മോടി പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും, പള്ളികൾ മോടി പിടിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ പോലും ഇഖ്ലാസ് ഉണ്ടാവുകയില്ലെന്ന് ആരംഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്നു, അഖൂഫു മാ ഖാഫ അലൈക്കും അശ്ശിർകൽ അസ്ഗർ, ഓ സ്വഹാബ നിങ്ങൾ അറിയണേ, അഖൂഫു മാ ഖാഫ അലൈക്കും അശ്ശിർകൽ അസ്ഗർ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണെന്ന് അറിയുമോ സ്വഹാബ? നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണെന്ന് അറിയുമോ സ്വഹാബ? അശ്ശിർകൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ് സ്വഹാബ. ശിർക്ക് എന്ന് പറയുന്ന സംഗതി ഒരിക്കലും നമ്മൾ തള്ളിക്കാണരുത്. പടച്ചറപ്പ് ശിർക്കിന്റെ ഗൗരവത്തെ പറ്റി പറയുകയാണ്. പടച്ചറപ്പ് നമ്മളെത്ര തമ്മാടികളാണെങ്കിലും നമ്മളെത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും പടച്ചറപ്പ് നമുക്ക് പുറത്തു തരും. പക്ഷേ പടച്ചറപ്പിലേക്ക് എങ്ങാനും പങ്കു ചേർത്താൽ പടച്ചറപ്പ് ഒരിക്കലും നമുക്ക് പുറത്തു തരൂല. അത്രമേൽ ഗൗരവമായ സംഗതിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചെറിയ ശിർക്കല്ലേ? പേരിൽ മാത്രമാണ് ചെറിയ ശിർക്കെന്നത്, വലിയ ഗൗരവമായ സംഗതിയാണ്. അപ്പൊ സ്വഹാബാക്കൾ ചോദിക്കുന്നു, മശ്ശിർകുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂൽ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ചെറിയ ശിർക്ക് തങ്ങളെ എന്ന് പറഞ്ഞു തരണം തങ്ങളെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അറിയണേ സ്വഹാബ, പറയുമ്പോ ഉസ്താദിന്റെ മുമ്പിൽ എനിക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ വലിയ സംഗതിയാകണം എന്നതിനെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ നിർത്തിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറയുകയാണ്, യഖൂലുല്ലാഹു തആല ലഹും യൗമ യജാസിൽ ഇബാദി ബിഅമാലിഹിം, അവന്റെ അടിമകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസത്തിൽ അവരോട് പടച്ചറപ്പ് പറയപ്പെടുന്നത്രേ, ഇദഹബൂ ഇലല്ലദീന കുന്തും തുറാഊന ലഹും, നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയിട്ടാണോ നിസ്കരിച്ചത്?
ചെയ്തത്? അവരുടെ അടുക്കലേക്ക് പോകണ എന്ന് പറഞ്ഞുകൊണ്ട് അടിയോടിക്കുമെന്ന് ആരംഭക്കൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? ആരുടെ അടുക്കൽ നിന്ന് ഒത്താശ കിട്ടാനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? ആരുടെ അടുക്കൽ വലിയ ആളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകൾ ചെയ്യുന്നത്? അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു ആളുകളും പടച്ചറപ്പ് സ്വീകരിക്കുമെന്നതിന് ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. അതല്ലേ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. ആരാ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ എന്നറിയുമോ? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അതേ തന്റെ ജീവിതം കൊണ്ട് കള്ളന്റെ ജീവിതം വരെ മാറ്റിമറിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ. ആബിദീങ്ങളിൽ വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷം ശിഷ്യന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ശിഷ്യ, അല്ലയോ ശിഷ്യ, ഞാൻ പടച്ചറപ്പിന്റെ മുമ്പിൽ കഴിച്ചിലായി പോയത്, പടച്ചറപ്പിന്റെ അടുക്കൽ എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് ഞാൻ പകൽ സമയത്തെടുത്ത നോമ്പ് കൊണ്ടല്ല, പകൽ സമയത്തെടുത്ത ഇബാദത്തുകൾ കൊണ്ടല്ല. എനിക്ക് പടച്ചറപ്പിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചത് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ച നിസ്കാരമല്ലാതെ എന്റെ വിജയത്തിന് മറ്റൊരു നിദാനമില്ലെന്ന് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ അയൽവാസികളാ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ദുനിയാവിൽ കുറെ സമ്പത്തുണ്ടാക്കിയിട്ട് കാര്യമില്ല. പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാനുള്ള അയൽവാസികൾ നമ്മുടെ കയ്യിൽ റെഡിയാണോ? അതല്ലേ ബഹുമാനപ്പെട്ട അവസരം തങ്ങൾ പറയുന്നത്. ആരാ ബഹുമാനപ്പെട്ട അവസരം തങ്ങൾ? അതേ ഒരു ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കിയിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് ഭക്ഷണം തിന്ന് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അതാവസരതങ്ങള്. എന്നിട്ടോ ബഹുമാനപ്പെട്ട അതാവസരതങ്ങൾ ദീർഘമായ കാലമെടുത്തുകൊണ്ടൊരു വസ്ത്രം നെയ്യുകയാണ്. ദീർഘമായ കാലമെടുത്തുകൊണ്ടൊരു വസ്ത്രം നെയ്യുകയാണ്. ദീർഘമായ കാലമെടുത്ത് വസ്ത്രം നെയ്തിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോ ആളുകൾ ഓരോരുത്തരായി കടന്നു വരികയാണ്. ഓരോരുത്തരായി കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓരോരുത്തരായി കടന്നു വന്നിട്ട് ഇതിന്റെ ന്യൂനതകൾ പറയുകയാണ്. ഇതിന്റെ ന്യൂനതകൾ പറഞ്ഞ് ഓരോരുത്തരായി കടന്നു പോകുന്നു. ഓരോരുത്തരായി വാങ്ങാതെ കടന്നു പോകുന്ന അവസരത്തിൽ ഒരു വ്യക്തി ബഹുമാനപ്പെട്ട സർവ്വതങ്ങളുടെ അടുക്കൽ വന്ന് ഇതിന്റെ ന്യൂനതകൾ പറയുമ്പോ ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ പൊട്ടിക്കരയുകയാണ്. ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഈ കരച്ചിൽ കേട്ടിട്ട് ഇദ്ദേഹം ചോദിക്കുന്നു, അല്ല തങ്ങളെ, ഭക്ഷണം വാങ്ങാൻ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണോ? ഭക്ഷണം വാങ്ങാൻ കാശില്ലാത്തതിന്റെ പേരിലാണോ തങ്ങളെ? ഞാൻ ഈ വസ്ത്രം വാങ്ങിക്കൊള്ളാം തങ്ങളെ, ഉള്ള ഭക്ഷണം വാങ്ങാനുള്ള പൈസ ഞാൻ തന്നുകൊള്ളാമെന്ന് ഈ വ്യക്തി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ വീണ്ടും വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, അല്ല തങ്ങളെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത് തങ്ങളെ? ഒന്ന് പറയണം തങ്ങളെ എന്ന് ബഹുമാനപ്പെട്ട സർവ്വതങ്ങളോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ പറയുകയാണ്, എത്ര ദീർഘകാലം എടുത്തിട്ടാണ് ഞാൻ ഈ വസ്ത്രം നെയ്തുണ്ടാക്കിയത്, എത്ര സൂക്ഷ്മമായിട്ടാണ് ഞാൻ ഈ വസ്ത്രം നെയ്തുണ്ടാക്കിയത്. എന്നിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി നിന്നപ്പോ നിങ്ങൾക്ക് ഇത്രമേൽ ന്യൂനതകൾ പറയാനുണ്ടെങ്കിൽ നാളെ മരിച്ച റബ്ബിന്റെ അടുക്കൽ പോകുന്ന അവസരത്തിൽ പടച്ചറപ്പെങ്ങാനും എന്റെ ആൾമാരുകൾ ന്യൂനതകളുണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലോ എന്ന് കരുതിയിട്ട് പേടിച്ച് കരഞ്ഞു പോയതാണെന്ന് ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ പറഞ്ഞുവെങ്കിൽ, ബഹുമാനപ്പെട്ട സർവ്വതങ്ങൾ കരഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെത്ര കരയണം, നമ്മളെത്ര പടച്ചറപ്പിനോട് കരയണം, എത്രമേൽ പടച്ചറപ്പിനെ നമ്മൾ പേടിക്കണം. അല്ലാഹു അവനെ പേടിക്കുന്നവർ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പടച്ചറപ്പ് മുഅ്മിനീങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാ. ആരാ മുഅ്മിനീങ്ങൾ എന്നറിയുമോ? മുഅ്മിനീങ്ങൾ ആരാണെന്നറിയുമോ? പടച്ചറപ്പിനെ പറ്റി അവരോട് പറയപ്പെട്ടാൽ, പടച്ചറപ്പിനെ പറ്റി അവരോട് പറയപ്പെട്ടാൽ അവരുടെ കൽബുകൾ നടുങ്ങുന്നതാണ്.
ആരാണെന്ന് പടച്ചറപ്പ് മുഅ്മിനീങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? മുഅ്മിനീൻ എന്ന് പറഞ്ഞ് ഏത് ചിന്തിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ക്വാളിഫിക്കേഷൻ നമ്മൾ കരഗതമാക്കിയിട്ടുണ്ടോ? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിപൂർണമായ മുഅ്മിനീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളെത്ര തമ്മാടികളാണെങ്കിലും അതേ പരിശുദ്ധ റമദാനിന്റെ രണ്ടാമത്തെ പത്താണ്, നമ്മളെത്ര തമ്മാടികളാണെങ്കിലും നമ്മളെത്ര ദോഷം ചെയ്തവരാണെങ്കിലും പടച്ചറപ്പ് നമുക്ക് പുറത്തു തരാതിരിക്കൂല. അതുകൊണ്ടല്ലേ പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. നമ്മളെത്ര തമ്മാടികളാണെങ്കിലും നമ്മളെത്ര ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു നമുക്ക് പുറത്തു തരാതിരിക്കൂല. അവസാനമായ ഒരു ചരിത്രം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല ഹസൻ ബസരി തങ്ങളെ, എന്റെ ജീവിതകാലമൊട്ടാകെ ഞാൻ തിന്മകൾ ചെയ്തു തങ്ങളെ, എന്റെ ജീവിതകാലമൊട്ടാകെ ഞാൻ തിന്മകൾ ചെയ്തു തങ്ങളെ, എനിക്കെങ്ങാനും പടച്ചറപ്പിന്റെ അടുക്കൽ തൗബയുണ്ടോ? എനിക്കെങ്ങാനും പടച്ചറപ്പിന്റെ അടുക്കൽ തൗബയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കും. ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങളോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ ഇദ്ദേഹത്തിന്റെ തെറ്റിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, ഇല്ല ഇല്ല, പടച്ചറപ്പിന്റെ അടുക്കൽ നിങ്ങൾക്ക് തൗബയില്ല, പടച്ചറപ്പ് നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം മാനസാന്തരം അനുഭവപ്പെട്ടുകൊണ്ട് വന്നതാണ്. തെറ്റുകൾ അടിക്കടി ചെയ്ത് അവസാനം മാനസാന്തരം അനുഭവപ്പെട്ടുകൊണ്ട് വന്നതാണ്. ഈ കലാം ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങളുടെ അടുക്കൽ നിന്ന് കേട്ടപ്പോ ഇദ്ദേഹം വളരെയേറെ സങ്കടത്തോടെ നിരാശനായി വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നിട്ട് ഉമ്മയോട് പറയുന്നു, ഉമ്മ, പടച്ചറപ്പിന്റെ അടുക്കൽ തൗബയില്ലാത്തവനാണ് ഞാൻ, പടച്ചറപ്പ് പുറത്തു തരാത്തവനാണ് ഞാൻ. ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ മുഖം ഒരു കറുത്ത മൂടുപടം കൊണ്ട് മൂടിയിട്ട് എന്റെ കയത്തിൽ ഒരു കയറും കൊണ്ട് കെട്ടിയിട്ട് എന്നെ അങ്ങ് മരിച്ചോളണം ഉമ്മ എന്നുമ്മയോട് വസിയത്ത് ചെയ്യുകയാണ്. ഇദ്ദേഹം മരിക്കുന്നു. ഉമ്മ ഇങ്ങനെ കറുത്ത മൂടുപടം കൊണ്ട് മൂടിയിട്ട് കയത്തിൽ ഒരു കയറും കൊണ്ട് കെട്ടിയിട്ട് അങ്ങ് വലിക്കാൻ വേണ്ടി തുനിയുമ്പോ ഒരു ശരീരം കേൾക്കുകയാ, തൊട്ടുപോകരുത്, എന്റെ അടിമയെ തൊട്ടുപോകരുത്, എന്റെ അടിമയെ തൊട്ടുപോകരുത്. എന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ച അടിമയാണ്, എന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ച അടിമയാണ്. അവനെല്ലാ ദോഷങ്ങളും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയും ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾക്ക് പടച്ചറപ്പ് അറിയിക്കുകയാണ്, അല്ല ഹസൻ ബസരി തങ്ങളെ, നിങ്ങളോട് ആരെങ്കിലും തൗബ ചോദിച്ചു വരുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞാൽ ഔലിയാക്കളുടെ ലിസ്റ്റിൽ നിന്നും നിങ്ങളെ ഞാൻ ഔട്ട് ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾക്ക് താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചറപ്പ് നമ്മൾ കരുതുമ്പോൾ കാർക്കശ്യ സ്വഭാവക്കാരനല്ല. പടച്ചറപ്പ് നമ്മൾ കരുതുമ്പോൾ കാർക്കശ്യ നിലപാടെടുക്കുന്ന ആളല്ല. എന്ന് പരിശുദ്ധ ഖുർആനിൽ എത്ര ഇടങ്ങളിലാ പറഞ്ഞിട്ടുള്ളത്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പുറത്തു തരുന്നവനെന്നാണ്. റഹീം എന്ന വേർഡ് എന്തിനാ അവിടെ കണക്ട് ചെയ്തത്? എന്താ റഹീം എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ കണ്ണുകൊണ്ട് എത്ര ഹറാം ചെയ്തിട്ടും പടച്ചറപ്പ് നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തി എടുത്തു കളഞ്ഞില്ലല്ലോ. നമ്മളെത്ര കൈകൊണ്ട് ഹറാം ചെയ്തിട്ടും പടച്ചറപ്പ് നമ്മുടെ കൈയിന്റെ ചലനശേഷി എടുത്തു കളഞ്ഞില്ലല്ലോ. നമ്മളെത്ര ഹറാമിലേക്ക് നടന്നിട്ടും പടച്ചറപ്പ് നമ്മുടെ കാലിന്റെ ചലനശേഷി എടുത്തു കളഞ്ഞില്ലല്ലോ. നമ്മളെത്ര ഹറാം ചിന്തിച്ചിട്ടും പടച്ചറപ്പ് നമ്മുടെ ബുദ്ധിയെ മലക്കം മലച്ചു കളഞ്ഞില്ലല്ലോ. അത്രമേൽ റഹ്മത്താണ് പടച്ചറപ്പ്, അത്രമേൽ വജൂദാണ് പടച്ചറപ്പ്. ആ പടച്ചറപ്പിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി ഞാനൊരു ആയത്ത് പറയുകയാണ്. ഈ ആയത്ത് പറയാൻ വലിയൊരു ഉദ്ദേശമുണ്ട്.
പടച്ചറപ്പിനെ പേടിക്കേണ്ടതുപോലെ പേടിക്കുന്നത് ഉലമാക്കളാണെന്ന് പടച്ചറപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനായി ആയത്ത് പറയുന്നത്? ഇത്രമേൽ അല്ലാഹു തആല ഉലമാക്കൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടെങ്കിൽ പോസ്റ്റ് കൊറോണയുടെ ഘട്ടം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉലമാക്കളെ കുറ്റം പറയാൻ വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. ആലിമീങ്ങളെ കളവ് പറയാനും ആലിമീങ്ങളെ കളവാക്കാനും അവരെ കുറ്റം പറയാനും ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ അല്ലാഹു തആല പറഞ്ഞത്, വമൻ ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറിനെ വണ്ണമാക്കി കണ്ടാൽ അത് തഖ്വയുടെ ഹൃദയത്തിന്റെ ക്വാളിറ്റി എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആലിമിനെയും ഏത് സംഘടനാ ബേസിലും നമ്മൾ കുറ്റം പറയാൻ പോകണ്ട. അത് ഏത് ആലിമാണെങ്കിലും ഒരു ആലിമിനെയും നമ്മൾ കുറ്റം പറയാൻ പോകണ്ട. കാരണം അത് നമ്മുടെ ആഖിറത്ത് മോശമാകാൻ കാരണമാകും. അത് പള്ളിയിലെ മുഅദ്ദിനാണെങ്കിലും ഖതീബാണെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അവരെ ചൂണ്ടിക്കാട്ടും. ചില ആളുകൾ ചോദിക്കും, എന്തിനാ ഖതീബ് ഉസ്താദ് പള്ളിയിലെ ഖുതുബ ഓതിയാ പോരെ, മുഅദ്ദിൻ പള്ളിയിൽ ബാങ്ക് കൊടുത്താ പോരെ, എന്തിനാ തെറ്റുകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്? എന്തിനാ? അതിന്റെ ആവശ്യമെന്താ? ഉസ്താദുമാരെ പണി നോക്കിയാ പോരെ. ഉസ്താദുമാരുടെ പണി അത് തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇദാ വഹറൽ ഫസാദു, ഒരു നാട്ടിലെങ്ങാനും ഫസാദ് ബാഹിറായാൽ ഫസക്കത്തൽ ആലിമു മിണ്ടാതിരിക്കുകയും ചെയ്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, പടച്ചറപ്പിന്റെ അടുക്കൽ ലഅനത്ത് ആലിമിന്റെ മേലിലുണ്ടെന്നാൽ. അതുകൊണ്ടാണ് ആലിമീങ്ങൾ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആലിമീങ്ങൾ അംറും ബിൽ മഅറൂഫ് നടത്തുന്നത്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലാഹു ആലിമീങ്ങളുടെ കീഴിലായിട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ്. തെറ്റിന്റെ ആദ്യം കാരണം അവസാനത്തിൽ വെച്ച് ഇബ്ലീസ് ലഈനിന്റെ ശർറിൽപ്പെട്ട് ഈമാൻ ഉടപ്പെടുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അവസാനത്തിൽ വെച്ച് ഇബ്ലീസ് ലഈനിന്റെ ശർറിൽപ്പെട്ട് ഈമാൻ ഉടപ്പെടുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, റൗദയിൽ വെച്ച് ഖൽബ് പൊട്ടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റൗദയിൽ വെച്ച് ഖൽബ് പൊട്ടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റൗദയിൽ വെച്ച് ഖൽബ് പൊട്ടി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാട്ടുകാർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ നഈമിൽ ഒരാളെയും ഒഴിവാക്കാതെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. ഒരു റിയാഇന്റെ പ്രവർത്തനമാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഒരു റിയാഇന്റെ പ്രവർത്തനമാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, പല നിരക്കും സഹായിച്ചവരുണ്ട്, പലയിടത്തു നിന്നും ഭക്ഷണങ്ങൾ തന്നവരുണ്ട്. അല്ലാഹുവേ, പലയിടത്തും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ലാ തഗ്ളബ് അലൈനാ വലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ വലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ വലാ തുഹ്ലിക്നാ ബിഖതായാനാ വലാ തുഹ്ലിക്നാ ബിഖതായാനാ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا